ഹലോ, വെൽക്കം ടു നിഷാസ് ഡ്രീംസ്. ഇന്ന് നമ്മൾ ഹോങ്കോങ്ങിലെ ഒരു സിറ്റി ടൂർ കാണാൻ പോവാണ്. ഞാൻ ഈ വ്ളോഗിൽ ഹോങ്കോങ്ങിലെ കുറച്ച് കാഴ്ചകൾ ഒരു 15-20 മിനിറ്റാവും പെട്ടെന്ന് കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് ഹോങ്കോങ് ഒരു ടൂർ നടത്തിയ പോലെ ഇരിക്കും ഈ വ്ളോഗ് കണ്ടാൽ. മെയിൻ കാഴ്ചകൾ ഞാൻ ഒറ്റയടിക്ക് കാണിച്ചു തരാൻ പോവാണ്. ആദ്യത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മൾ ഹോങ്കോങ് ടെമ്പിളിൽ എത്തിയേക്കാണ്. ഇവിടെ ഈ ടെമ്പിളിൽ 5 ഭാഗങ്ങളായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഞാൻ ടെമ്പിളിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. എനിക്ക് തോന്നുന്നു ചെരുപ്പ് ഊരണ്ട, എല്ലാവരും ഷൂസ് ഇട്ട് കയറുന്നത് എനിക്ക് കാണാം. അകത്ത് വീഡിയോഗ്രാഫി അതോടെ ആയിരിക്കണം. ചോങ് കേബിൾ കാർ സ്റ്റേഷനിൽ എത്തിയേക്കാണ്. ഞങ്ങൾ ഈ കേബിൾ കാറിലോട്ട് എൻ്റർ ചെയ്യാൻ പോവാണ് കേട്ടോ. ഒരു കേബിൾ കാറിൽ 8 പേർക്ക് വരെ കയറാം. അപ്പം ഞങ്ങളിപ്പം 6 പേരെയാണെന്ന് തോന്നുന്നു കയറ്റാൻ പോകുന്നത്. ഞങ്ങൾ 4 പേരുണ്ടല്ലോ. അപ്പം നമ്മളിതേ ഈ കേബിൾ കാറിലോട്ട് കയറാൻ പോവാണ്. ഒരു അറ്റം നോക്കി കയറാം. അയ്യോ കയറി പറ്റി. പേടി വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ആകാശത്തൂടെ പൊക്കോണ്ടിരിക്കുകയാണ്. എനിക്ക് അത്യാവശ്യം പേടിയില്ലാതില്ല. ആദ്യം ഗിരിച്ചേട്ടൻ പറഞ്ഞ് മൊത്തം ക്ലാസ്സാണ്. മൊത്തം ക്ലാസ് ആണെങ്കിൽ ഞാനിവിടെ അലറുന്ന സീൻ നിങ്ങൾ കാണേണ്ടി വന്നേനേയും. ഭാഗ്യത്തിന് അതില്ല. ഇപ്പുറത്തതേ വെള്ളം. എന്താണ് കടലാണോ എന്താ പുള്ളിയുടെ? കടലാണ്. സൈഡിൽ റോഡ് കാണാം. വണ്ടിയൊക്കെ പോകുന്നു. താഴെയും വെള്ളം കാണാം. അതേതായാലും കടലല്ല, പച്ച കളറിലെ വെള്ളമാണ് പാലത്തിന്റെ അടിയില്. ബസ് പോകുന്നു. അപ്പുറത്തൂടെ കേബിൾ കാർ പോകുന്നു. നമ്മൾ വെള്ളത്തിന്റെ പുറത്തൂടെയാണ് പൊക്കോണ്ടിരിക്കുന്നത്. ഫുള്ള് വെള്ളമാണ് കേട്ടോ ചുറ്റിനും. ഇവിടുന്ന് നമുക്ക് ബിഗ് ബുദ്ധ കാണാം. ബിഗ് ബുദ്ധയിൽ നമുക്ക് പോകുന്നുണ്ട്. ഏതായാലും കുറേ സ്റ്റെപ്പ് കയറി വേണം ബിഗ് ബുദ്ധയുടെ മുകളിലോട്ട് എത്താനായിട്ട്. കളിയാക്കുന്നു. ബിഗ് ബുദ്ധയുടെ മുകളിലോട്ടല്ല, ബിഗ് ബുദ്ധയുടെ അടുത്തെത്താനായിട്ട്. ഇതാണ് ഗോങ് പിൽ വില്ലേജ്. അപ്പം അതിനകത്ത് ബിഗ് ബുദ്ധയുണ്ട്. പക്ഷെ അതിനു മുമ്പേ ലഞ്ച് കഴിച്ചിട്ടാണ് ബിഗ് ബുദ്ധയെ കാണാൻ പോകുന്നത്. ഈ 2 സൈഡിലും കാണുന്നത് സോഡിയാക് സൈൻസ് ആണ്. ഇങ്ങനെ എനിക്ക് പേര് പറഞ്ഞു, അത് കറക്റ്റായിട്ട് തിരിഞ്ഞില്ല കേട്ടോ. ബൂസ്റ്റർ മങ്കി എന്നൊക്കെയാണ് പറഞ്ഞത്. ഈ റോഡിന്റെ പാത്വേയുടെ 2 സൈഡിലായിട്ടും മങ്കി എന്നൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ. ഇത് ഹോഴ്സ്. പിന്നെ താഴെ ഒരു ലോട്ടസ് ഫ്ലവറിന്റെ സിമ്പലുണ്ട്. ഇത് പ്യൂരിറ്റിയെ റെപ്രസെന്റ് ചെയ്യാനാണ്. ഇതൊക്കെ പറയാൻ നിന്നപ്പോഴത്തേക്ക് എൻ്റെ കൂടെയുള്ള പാർട്ടിക്കാരെല്ലാം എന്നെ ഇട്ടിട്ട് ഓടി. ഞാൻ ആ ഗൈഡിനെ ചുറ്റിപ്പറ്റി നടക്കുക. ഇതോട്ട് താഴെ എഴുതിയതുണ്ട് ദ 12 ഡിവൈൻ ജനറൽസ്, ദ ജനറൽ മകുര, റാബിറ്റ് ഓഫ് ദ ചൈനീസ് 12 സോഡിയാക് ആൻഡ് ഈസ് ആംഡ് വിത്ത് ആൻ ആക്സ്. വലിയ ചന്ദനത്തിരി വെച്ചിട്ട് ഓരോ വിഷു പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. ഭയങ്കര വലിയ ചന്ദനത്തിരി. വലിയ ആഗ്രഹങ്ങൾക്ക് പ്രാർത്ഥിക്കാനായിരിക്കും. ബുദ്ധി ആയതുകൊണ്ടായിരിക്കും ബിഗ് ചന്ദനത്തിരി. എല്ലാവരും കൂടെ ലഞ്ച് കഴിക്കുകയാണ്. സൂപ്പ് പോലൊരു സാധനമാണ് കഴിക്കുന്നത്. എല്ലാവരും കൂടെ നല്ല രസമുണ്ട് കേട്ടോ. ഒരു വട്ടമേശയിലിരുന്ന് ഈ ചൈനീസ് പീപ്പിളൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ന്യൂ ഇയറിന് ഫാമിലി ആയിട്ടിരുന്ന് ഇങ്ങനെയാണ് ഫുഡ് കഴിക്കുന്നത്. അതേപോലെ ഞങ്ങളും ഒരു ചൈനീസ് മീൽ എൻജോയ് ചെയ്യുകയാണ്. ലക്ഷ്മിയും ഗിരിച്ചേട്ടനും ഒക്കെ കഴിക്കുന്നുണ്ട്. വെജാണ് കേട്ടോ. ബുദ്ധിസ്റ്റ് ടെമ്പിളിന് അടുത്ത് തന്നെയുണ്ട്. വെജ് ലഞ്ചാണ്. അങ്ങനെയുണ്ട് ടേസ്റ്റ്. ആണോ? കൊള്ളാമോ? എനിക്ക് ഇഷ്ടപ്പെട്ടു. കപ്പലണ്ടിയാണോ? എനിക്ക് കപ്പലണ്ടി കിട്ടിയില്ല. കപ്പലണ്ടി കൊള്ളാം കേട്ടോ. പടവലങ്ങിയ പോലെ സാധനം. കപ്പലണ്ടിയുണ്ട്, പടവലങ്ങിയുണ്ട്. പടവലങ്ങിയല്ല, വേറെന്തോ ആണ്. പടവലങ്ങി ഏതായാലും വരില്ല.
ക്യാരറ്റ് ഉണ്ട്, സുക്കിനി എന്തോ സുക്കിനി, ക്യാരറ്റ് ഉണ്ട്. സൂപ്പ് സെഷൻ കഴിഞ്ഞപ്പോഴത്തേക്കും വേറെ നിറച്ച് സാധനങ്ങൾ ഞങ്ങളുടെ ടേബിളിൽ വന്നു. വെജ് പോലൊന്നും ശരിക്കും ഇരിക്കുന്നില്ല, പക്ഷേ വെജാണെല്ലാം. പേരൊന്നും അറിയില്ല. ഇത് കോളിഫ്ലവർ ലെഫ്റ്റ് സൈഡിൽ ഇത് കോളിഫ്ലവർ പോലുണ്ട്, ഇത് കുറച്ച് സാലഡ്സ് പോലുണ്ട്, ഇത് മഷ്റൂം, ഇത് സാലഡ്. അതെന്താണെന്ന് എനിക്കറിയില്ല. ചോപ്പ് സ്റ്റിക്ക് വെച്ചിട്ട് കഴിക്കാൻ അടുത്തിരുന്നവർ ട്രെയിനിങ് തന്നു. ഞാൻ ട്രൈ ചെയ്ത് നോക്കാം. ഇതും വെച്ചിട്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്യണം, എന്നിട്ട് ഇത് വെച്ചിട്ടാണ് മൂവ് ചെയ്യേണ്ടത്. പറ്റിയില്ലെങ്കിൽ ഞാൻ ഈ സ്പൂൺ വെച്ച് തന്നെ കഴിക്കും. ജസ്റ്റ് സർക്കസ് കാണിച്ച് നോക്കണമെന്ന് അറിഞ്ഞൂടെ, നടക്കത്തില്ല. ഞാൻ സ്പൂൺ വെച്ച് കഴിക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. ആ ഫോർത്ത് സോയാബീൻ വെച്ചിട്ടുള്ള എന്തോ ഒരു സാധനമാണ്. മധുരമാണെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷെ മധുരം അല്ല, അതൊരു കയ്പ് പോലെ സാധനമാണ്. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ബാക്കി എല്ലാം ആക്ച്വലി നല്ലതായിരുന്നു. ഒരു ഷെസ്വാൻ വെജൊക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെ പ്ലേറ്റ് തന്നെ കാലിയായി അവർ കൊണ്ടുപോയില്ല. അതുകൊണ്ട് ഇതായിരുന്നു ഒരു ഷെസ്വാൻ വെജ് സംഭവം. അത് നല്ലതായിരുന്നു. വെള്ളച്ചോറുണ്ടായിരുന്നു, അതൊക്കെ നല്ലതായിരുന്നു. ഈ സ്പ്രിംഗ് റോൾ ഭയങ്കര ടേസ്റ്റി ആയിരുന്നു, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അതും ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇതെന്തോ ഒരു ചേന അരച്ചതൊരു സംഭവമായിരുന്നു, അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇത് നല്ലതായിരുന്നു. സ്പ്രിംഗ് റോൾ നല്ലതായിരുന്നു. ആ ബ്രൊക്കോളി മഷ്റൂം ഒരു ബോയിൽഡ് സ്റ്റീംഡ് സംഭവമാണ്, അത് നല്ലതായിട്ട് ഇവർ തരുന്നത്. ഒരു ചായ പോലൊരു സംഭവമാണ്. ചായ പോലെയല്ല, ചായ തന്നെയാണെന്നാണ് പറഞ്ഞത്. അതൊരു വൃത്തിയായിട്ട ടേസ്റ്റാണ്, വലിയ കുഴപ്പമില്ല. ഫുഡൊക്കെ കഴിച്ച് എനർജി സംഭരിച്ച് ഞങ്ങൾ ബിഗ് ബുദ്ധയിലോട്ട് കയറാൻ പോകുവാണ്. ഈ സ്റ്റെപ്പുകൾ കണ്ടില്ലേ, മുകളിലോട്ട് 268 സ്റ്റെപ്സ് ഉണ്ട്. അപ്പോൾ എനർജി ഒക്കെ സംഭരിച്ച് കയറാൻ പറ്റുമെന്നാണ് വിശ്വാസം. കുറേ പേര് കയറാതെ താഴെ തന്നെ നിൽക്കുന്നുണ്ട്. ഞാൻ രണ്ടും കൽപ്പിച്ച് കയറുന്നുണ്ട്. ഇന്നലെ ആക്ച്വലി ഇവർ 3 പേരും മക്കാവോ സിറ്റി ടൂറിന് പോയിരിക്കുമായിരുന്നു. എനിക്ക് നല്ല ക്ഷീണമായതുകൊണ്ട് ഞാൻ റെസ്റ്റ് എടുത്തു. മുട്ടുവേദന കുറച്ച് കൂടി. അപ്പോൾ അത്രയും സ്ട്രെയിൻ എനിക്ക് പറ്റത്തില്ല. മിനിഞ്ഞാന്ന് ഡിസ്നി വേൾഡിലൊക്കെ പോയിരിക്കുമായിരുന്നു. എനിക്ക് ഞാൻ അത്രയും അങ്ങനൊരു ടൂർ എൻജോയ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ഇന്നലെ ഫുൾ റെസ്റ്റ് എടുക്കുകയാണ്, എന്നാലും എനിക്ക് ഇന്ന് ഈ ബുദ്ധയൊക്കെ ആസ്വദിക്കാൻ പറ്റുള്ളൂ, സിറ്റി ടൂറൊക്കെ. അതുകൊണ്ട് ഇന്ന് ഞാൻ ഫുൾ സെറ്റ് എനർജിയിൽ വന്നേക്കുകയാണ്. അങ്ങനെ കയറാൻ പോവുകയാണ് കേട്ടോ. 268 സ്റ്റെപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. 100 സ്റ്റെപ്പ് കഴിഞ്ഞ് കാണുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. നല്ല കിതപ്പ്, ശ്വാസം മുട്ട്, ഈ വക സംഭവങ്ങളൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പുള്ളിയുടെ വികാരം എന്താണ്, ഉറക്കെ പറയൂ. പ്രത്യേകിച്ച് കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല, പുട്ടുപോലെ നടക്കുന്നു. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് കണ്ടിന്യൂ. 268 സ്റ്റെപ്പ് ക്ലൈംബ് ചെയ്ത് സക്സസ്ഫുള്ളായി എത്തി. ഇടയ്ക്ക് ഒന്ന് 10 സെക്കൻഡ് 20 സെക്കൻഡ് ഒന്ന് അത് മുരളിയുടെ നിന്ന് വാന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ നിന്നു. അല്ലെങ്കിൽ എനിക്ക് ക്ഷീണം ഒറ്റയടിക്ക് കയറും, ക്ഷീണം വരാതിരിക്കുന്ന ഒറ്റയടിക്ക് കയറുന്നതാണ്. ഇതാണ് ആ ബിഗ് ബുദ്ധ. ഇത് രസമല്ലേ, ആ സൺലൈറ്റ് കൈയുടെ ഇടയിൽ കൂടെ ഇങ്ങനെ നമ്മുടെ മുഖത്തോട്ടാണ് അത് വരുന്നത്. ഒരു ഡിവൈൻ സ്പിരിച്വൽ എഫക്റ്റാണ് ഇവിടെ നിൽക്കുമ്പോൾ കേട്ടോ. നല്ല ഒരു സ്പിരിച്വാലിറ്റി ഇവിടെ നിൽക്കുമ്പോൾ ഫീൽ ചെയ്യും. ആ ബുദ്ധയുടെ മുഖത്തോട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോയിൽ കൂടെ ആ മുഖം ക്ലിയർ ആവുന്നുണ്ടോ എന്ന് അറിയത്തില്ല, കാരണം ബാക്കിൽ നിന്ന് സൺലൈറ്റ് അടിക്കുന്നതുകൊണ്ട് വീഡിയോയിൽ കൂടെ മുഖം അത്ര ക്ലിയർ ആവുന്നില്ല. ഒരു പീസ്ഫുൾ ഫേസാണ് എപ്പോഴും ബുദ്ധയുടെ, അല്ലേ? ഞാൻ പറഞ്ഞില്ല, എനിക്ക് ആ ബുദ്ധയുടെ മുഖത്തോട്ട് നോക്കുമ്പോൾ എപ്പോഴും ഒരു പീസ്ഫുൾ, ആ ഒരു ഭയങ്കര ഒരു നമുക്കൊരു കാംനെസ്. ബുദ്ധയുടെ ചുറ്റും ഇതേപോലെ ബുദ്ധയുടെ സ്കൾപ്ചേഴ്സാണ്. എറിയുമ്പോൾ തൊട്ട് എനിക്ക് എങ്ങനെ ഇറങ്ങും എന്നുള്ള ടെൻഷനായിരുന്നു. ഏതായാലും വേഗം തന്നെ ഇറങ്ങി തിരിച്ചു വന്നു. സ്റ്റോപ്പൊന്നും കൂടാതെ തന്നെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ എൻ്റെ തലയെല്ലാം കറങ്ങി, തലയ്ക്ക് ഇരുട്ട് കയറുന്നു ഒരു ഡൗട്ടുണ്ട്. ഏതായാലും വേഗം തന്നെ നമുക്ക് റിട്ടേൺ പോയിന്റിലോട്ട് പോകാം. ബിഗ് ബുദ്ധയുടെ സ്ഥലത്തുനിന്ന് ഇറങ്ങുകയാണ്. ഇത് കണ്ടോ, ഇവിടെ ഈ ബുദ്ധ എന്ന് പറയുന്ന പ്രോസ്പെരിറ്റി, ഓസ്പീഷ്യസ്, ഹാപ്പിനെസ്, പീസ്, സക്സസ്, ലക്ക്, ഹെൽത്ത്, ഫോർച്യൂൺ, അങ്ങനെ ഓരോന്നും ഡിപ്പെക്റ്റ് ചെയ്യുന്നതാണെന്ന് അവിടെ സിംബിളൈസ് ചെയ്യുന്ന ബുദ്ധ, അങ്ങനെ നമ്മൾ പറയുമല്ലോ ഓരോന്നും എൻ്റെ സിംബിളൈസേഷൻ ആവുന്നു, അങ്ങനെ ഇവർ ഓരോന്നും എഴുതിയിട്ടുണ്ട്. നമ്മളിപ്പം ഇവിടുത്തെ ഹോങ്കോങ് മെട്രോയിൽ കയറിയേക്കുകയാണ്. ഇവിടുത്തെ മെട്രോയിൽ എനിക്കൊരു ഒരു ഡിഫറൻസ് തോന്നിയത് ദുബായ് മെട്രോയെക്കാട്ടിലും നാട്ടിലെ മെട്രോയെക്കാട്ടിലും ഒക്കെ ഒറ്റ കമ്പാർട്ട്മെൻറ്റാണ് കേട്ടോ.
ഞാൻ കാണിച്ചു തരാം. ദേ ഇങ്ങറ്റത്തുനിന്ന് അങ്ങേയറ്റം വരെ കാണാം ഈ മെട്രോയുടെ ഒറ്റ ഒരു കമ്പാർട്ട്മെൻ്റാണ്. അങ്ങ് എൻ്റെ വരെ ശരിക്കും കാണാൻ വേണം. 3 പേരവിടെ നിൽപ്പാണ്. എനിക്ക് മാത്രമേ സീറ്റ് കിട്ടിയുള്ളൂ. വയ്യാത്ത കുട്ടിയായതുകൊണ്ട് എനിക്ക് പരിഗണന. വിക്ടോറിയ ഹാർബർ സ്റ്റാർ ഫെറിയിലാണ്. അപ്പുറത്തെ ഫെറിയിലോട്ട് പോകാനായിട്ട് 7:30 ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ കാർഡിടാനായിട്ട് ശ്രമിക്കുകയായിരുന്നു 4 പേരുടെ ടിക്കറ്റ് എടുക്കാനായിട്ട്. ഞങ്ങൾ പൊക്കോണ്ടിരിക്കുന്ന ഈ ഫെറിക്കകത്ത് 299 പേര് ഒറ്റയടിക്ക് കൊള്ളും കേട്ടോ. വലിയൊരു ഡെക്കാണ്. ഭയങ്കര സ്പ്രെഡായിട്ട് ഇങ്ങനെ ബെഞ്ച് പോലെ സീറ്റ് ഇട്ടേക്ക് കടന്ന് ഞങ്ങൾ ഇപ്പുറത്തെത്തി. എൻ്റെ ബാക്കിലെ നല്ല രസമുള്ള ഒരു കാഴ്ച കാണിച്ചു തരാം. നല്ല രസമായിട്ട് ഇപ്പം ക്ലോസപ്പ് കാണുന്നില്ലേ? നല്ല തിരക്കും ഉണ്ട് കേട്ടോ. ഞങ്ങൾ വന്ന ഫെറി ഫുൾ ചെയ്യുന്നൊക്കെ ശരിക്കും ആ ഐലൻഡിലാണ്, ഹോങ്കോങ്ങിൻ്റെ ആ ഐലൻഡിലാണ്. ഇപ്പം നമ്മൾ എത്തിയേക്കുന്നത് ഈ ഫെറി വഴി വന്നത് കൗലൂൺ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. അപ്പം ഇത് ഫെറി വഴിയും വരാം, അല്ലെങ്കിൽ റോഡ് വഴിയും വരാം. ഓഫ് സ്റ്റാർസ് ആണ് ഇത്. ഈ ഹോങ്കോങ് ഫിലിം അവാർഡിൻ്റെ ഒരു സ്റ്റാച്ചു ആണ് ഡിപ്പെക്റ്റ് ചെയ്യുന്നത്. ഈ ഗോഡസ് ഹോൾഡിങ് എ പേളാണ് കയ്യിലിരിക്കുന്നത്. ഒരു ഗോഡസ് പേളുമായിട്ട് നിൽക്കുന്നത്. അപ്പം ഈ സ്ഥലത്തിന് പറയുന്നത് അവന്യൂ ഓഫ് സ്റ്റാർസ് എന്നാണ്. ഇത് ഈ ഹാർബറിൻ്റെ ഒരു സൈഡിൽ തന്നെയാണ് കേട്ടോ. ഇന്ന് ക്രൂയിസിൽ നമ്മൾ കയറാൻ പോകുന്ന ബോട്ട്, ഈ ക്രൂയിസിൻ്റെ പേര് സിംഫണി ഓഫ് ലൈറ്റ്സ്. സിറ്റി ഓഫ് ലൈറ്റ്സ് എന്ന് പറയുന്ന ഒരു ലേസർ ഷോ കാണാനായിട്ട് ഞങ്ങൾ 45 മിനിറ്റ്സ് ഉള്ള ഒരു ക്രൂയിസിൽ, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പോകുന്നത്, ആ ക്രൂയിസിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ടൈം 7:40 ആയി. 7:30 ഈ ക്രൂയിസ്. 8 മണിക്കാണ് ഈ ലൈറ്റ് ഷോ ഉള്ളത്. എത്ര നേരമാണ് ലൈറ്റ് ഷോ ഉള്ളതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് ഞാൻ ലൈറ്റ് ഷോ കഴിയുമ്പോൾ ലൈറ്റ് ഷോ ഞാൻ കാണിച്ചു തരാം, വീഡിയോ എടുക്കാം. അവിടെ ഒരു ജൈൻറ്റ് വീല് പോലെ ഇങ്ങനെ കറങ്ങുന്നത് കണ്ടോ? ജൈൻറ്റ് വീല് തന്നെയാണ് കേട്ടോ. ഓരോ ക്യാബിൻ പോലെയാണ്. ഓപ്പൺ ക്യാബിൻ അല്ല, ക്ലോസ്ഡ് ക്യാബിനാണ്. അങ്ങനെ ഇതിനകത്ത് ഇങ്ങനെ കുറേ ബോട്ട്സ് ഉണ്ട് കേട്ടോ. ഇതിനകത്ത് നമ്മളിങ്ങനെ ഈ ഇതിലേക്കൂടെ നടക്കുമ്പോൾ തന്നെ, ഇതൊരു മറീന വാക്ക് പോലൊരു സംഭവമാണ്. ഇതിനകത്തൂടെ നടക്കുമ്പോൾ തന്നെ ഒരുപാട് പേര് 45 മിനിറ്റ്സ് ക്രൂയിസ് നേരത്തെ ബുക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ വന്ന് ബുക്ക് ചെയ്യാവുന്നതാണ്. എല്ലാവരും ഇങ്ങനെ വരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത്ര $100 $100 തരാം, ആ $1 തരാം, ഇങ്ങനെ ഇങ്ങനെ നമ്മൾ ബാർഗെയിനിങ് പോലെ ഒരുപാട് പേര് വരുന്നുണ്ട്. ഇതിപ്പോൾ ഞങ്ങൾ നേരത്തെ ബുക്ക് ചെയ്തിട്ടാണ് ഇവിടെ വന്നത്. ഇപ്പോൾ കുറച്ച് മുമ്പ് കണ്ടതായിരുന്നു ലേസർ ഷോ. ഞങ്ങൾ ലേസർ ഷോ ഇപ്പോൾ വരും എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തു. പക്ഷേ ലേസർ ഷോ കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇതായിരുന്നു ലേസർ ഷോ എന്ന് കേട്ടോ. കാരണം ഗിരിച്ചേട്ടൻ വീഡിയോയിലൊക്കെ കണ്ടിട്ട് വേറെ എന്തോ വലിയ സംഭവമാണ് ലേസർ ഷോ എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ ഇതേ കണ്ടുള്ളൂ. അത് എന്തുകൊണ്ടായിരുന്നു ഗിരിച്ചേട്ടൻ അങ്ങനെ സംഭവിച്ചത്? ഗിരിച്ചേട്ടൻ ആകെ പറഞ്ഞത് അഭിയായക. പക്ഷെ വന്നില്ല ലേസർ ഷോ, അത്രേ വന്നുള്ളൂ. പറഞ്ഞ മറ്റേ വെള്ളത്തിന്റെ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് ലേസർ അടിച്ചോണ്ടിരിക്കും പറഞ്ഞു. നമ്മളതൊന്നും നോക്കിക്കൊണ്ടിരുന്നു, പക്ഷെ ഒന്നും വന്നില്ല. ഞാനൊക്കെ രശ്മിയെടുത്ത് ചോദിച്ചത് എവിടെ ഇത് അറിഞ്ഞൂടെ. ഞാൻ നോക്കിയപ്പോ 2 പേരും കൂടെ ക്യാമറ പിടിച്ചത് ഇപ്പൊ വീഡിയോ എടുക്കാനായിട്ട്. ഞാൻ പിന്നെ ഇപ്പൊ നിങ്ങൾ കണ്ടില്ല, ആ ഭാഗം എടുത്തു. എനിക്ക് മനസ്സിലായി എനിക്ക് കൂടുതലൊന്നും വരാൻ പോകുന്നില്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരാള് ഭയങ്കരമായിട്ട് ക്ലാപ്പ് ചെയ്തു. വേറെ ആരൊക്കെയോ ക്ലാപ്പ്, അവർക്ക് മനസ്സിലായി. ബോട്ട് ഓപ്പറേറ്റർ ക്ലാപ്പ് ചെയ്തല്ലേ, അവർക്കറിയാലോ ഇതാണ് ഇവിടെ ലേസർ ഷോ. അത് നിങ്ങൾ ദുബായിലെ ലേസർ ഷോ ഒക്കെ കണ്ടിട്ട് വന്നുകൊണ്ടാണ് ഇത് ലേസർ ഷോ ആയിട്ട് തോന്നുന്നത്. ഇപ്പോൾ ഉള്ളത് ഹോങ്കോങ്ങിലെ സെൻട്രൽ മാർക്കറ്റിലാണ്. ഇത് പണ്ട് തൊട്ട് 1989 സ്റ്റാർട്ട് ചെയ്ത ഒരു മാർക്കറ്റാണ്. ഇപ്പോഴും ഇത് ഡെവലപ്പ് ചെയ്ത് പുതിയ രീതിയിൽ വന്ന് പണ്ട് കാലത്ത് ഇത് ദാണ്ട് ഈ രീതിയിലാണ്. പണ്ടൊക്കെ ആൾക്കാർ മീൻ മേടിക്കാനും ഒക്കെ ഇവിടെയാണ് വന്നുകൊണ്ടിരുന്നത്. ഇപ്പം ജസ്റ്റ് ഇങ്ങനെ സാമ്പിളിന് വേണ്ടി ആൾക്കാർക്ക് കാണാൻ വേണ്ടി മോഡലിന് ഇങ്ങനെ മീനൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ആൾക്കാർ ഇപ്പോഴും വിസിറ്റ് ചെയ്യാൻ വരുന്ന ഒരു സ്ഥലമാണ്. ഇപ്പം ഇതിനകത്ത് ഇങ്ങനെ മോഡേൺ രീതിയിൽ ഭയങ്കര കഫേസും ഒക്കെ ആണ്. മോഡേൺ സെൻട്രൽ മാർക്കറ്റ് താഴെ കണ്ടതിൻ്റെ മുകളിലത്തെ ഫ്ലോറ്. ഇവിടെ കുറേ ഇങ്ങനെ റീറ്റെയിൽ ഷോപ്സ് ആണ്. കുഞ്ഞ് ഈ ഫുഡ് ഔട്ട്ലെറ്റ്സ് ഉണ്ട്. പിന്നെ ഇങ്ങനെ കമ്മൽ, ഡ്രസ്സ്, അങ്ങനത്തെയൊക്കെ ഷോപ്സ് ആണ്.
ഇന്ന് ഈ നിൽക്കുന്ന മുരളിക്കുട്ടൻ്റെ പിറന്നാൾ ദിനമാണ്. ജന്മദിന നക്ഷത്രം തൃക്കേട്ട നക്ഷത്രം December 2 കേട്ടോ ഇന്ന്. സെൻട്രൽ മാർക്കറ്റിൽ ദാ ഇങ്ങനത്തെ കുറേ മാലയുടെയൊക്കെ ഷോപ്സ് ഉണ്ട്. ഇതൊക്കെ ഇവിടുത്തെ ഇങ്ങനെ നല്ല രസമുള്ള ജ്വല്ലറീസ് ഉണ്ട് കേട്ടോ. ഞാൻ മേടിച്ച സാധനങ്ങളൊക്കെ കാണിക്കാം. നല്ല ഒരു ലേഡി ഉണ്ട്. സേ ഹായ്. ഓക്കെ, താങ്ക് യു, ബൈ. This is egg tart. എഗ് ടാർട്ട്. Yes, right. Come. നമ്മുടെ എഗ് ടാർട്ട് എനിക്ക് വേണ്ട എന്നാ. നോ ഞാൻ വലിയ കാര്യത്തിൽ എഗ് ടാർട്ട് ഗൈഡ് തന്നത് കഴിക്കാൻ എടുത്തതാണ്. അപ്പോഴാണ് ഞാൻ തിങ്കളാഴ്ചയാണല്ലോ എന്നോർത്തത്. ഇല്ല, അത് രശ്മിക്ക് കൊടുത്തു. ഈ എഗ് ടാർട്ട് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ഹോങ്കോങ് സ്പെഷ്യൽ ഫുഡാണ് കേട്ടോ. നല്ലതല്ലേ ഇത് ടേസ്റ്റ്? ഞാൻ ഇന്നലെ കഴിച്ചതാണ്. നല്ലൊരു സംഭവമാണ് കേട്ടോ. ഇപ്പം നമ്മൾ പോകുന്നത് ഈ വേൾഡിലെ ലാർജസ്റ്റ് എസ്കലേറ്റർ ആണ്. അപ്പം റൈറ്റ് സൈഡ് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം എന്നാണ് പറഞ്ഞേക്കുന്നത്. കാരണം ലെഫ്റ്റ് സൈഡിൽ കൂടെ ഈ സ്ഥിരം ജോലിക്ക് പോകുന്നവരും ഒക്കെ ഇതിലെ കൂടെ കണ്ടോ, അവർ സ്പീഡിൽ പോകുന്നു. അപ്പം ഞങ്ങളോട് പറഞ്ഞു റൈറ്റ് സൈഡ് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. ലെഫ്റ്റ് സൈഡിൽ കൂടെ രാവിലെ സ്ഥിരമായിട്ട് ജോലിക്ക് പോകുന്നവരും സ്പീഡിൽ പോകുന്നവരും ഒക്കെ അതിലെ കൂടെ കയറി പോകും. ഈ എസ്കലേറ്ററിൻ്റെ ഇടയ്ക്കൊരു പോസ് പോലൊരു സംഭവം, ഈ താഴെ ഒരു റോഡുണ്ട്. പിന്നെ ദേ ഇങ്ങനെ മുകളിലോട്ട് കണ്ടിന്യൂ ചെയ്യുകയാണ്. ആ റൈറ്റ് സൈഡിൽ സ്റ്റെപ്പും ഉണ്ട് കേട്ടോ. ഇങ്ങനെ അങ്ങ് കയറി പോകുമ്പോഴത്തേക്ക് നല്ല പൊക്കത്തോട്ട് നമ്മൾ പൊക്കോണ്ടിരിക്കുക. ലാർജസ്റ്റ് എസ്കലേറ്റർ അല്ല, ലോങ്ങസ്റ്റ് എസ്കലേറ്റർ ആണ്. എന്ന് പറഞ്ഞാൽ പഴയ ബിൽഡിങ്സും പുതിയ ബിൽഡിങ്സിൻ്റെ ഒക്കെ ഒരു മിക്സ് ആണ് കേട്ടോ. താഴെ ഈ ഫ്ലവർ മാർക്കറ്റൊക്കെ കണ്ടോ. നമ്മൾ സിംഗപ്പൂരിലൊക്കെ പോയാൽ എപ്പോഴും നല്ല പുതുപുത്തൻ ബിൽഡിങ്സ് ഒക്കെ കാണാൻ പറ്റുള്ളൂ. ഇവിടെ ഇങ്ങനെ പഴയ ബിൽഡിങ്ങും ഒക്കെ മിക്സാണ് ശരിക്കും. ഈ കാണുന്നത് ഇവിടെ പണ്ട് കാലത്ത് വലിയ ഹയർ പോലീസ് ഓഫീഷ്യൽസിൻ്റെ ഡോർമെട്രി ആണ്. അതിൻ്റെ പുറയിൽ പ്രിസൺ ഉണ്ട്, ജയിൽ. നമുക്ക് പ്രിസൺ പോയി കാണാം. പ്രിസൺ ജയിലും ഉണ്ടോ ശരിക്കും? ഈ ആദ്യമായിട്ട് ജയിലിനകത്തോട്ടൊക്കെ കയറുന്നത് ഈ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ? നമ്മൾ ഈ സത്യം ജയിലിൻ്റെ വെളിയിലൊക്കെ കണ്ടിട്ടുള്ളതല്ലാതെ ജയിലിനകത്തോട്ട് ഈ വാതിൽ ഇതിനകത്തോട്ട് എത്തുമ്പോൾ ഒരു വല്ലാത്തൊരു പേടിപ്പിക്കുന്ന ഫീലാണോ എന്താണെന്നറിയത്തില്ല. നോക്ക്, ഒരു വല്ലാത്തൊരു നെഗറ്റിവിറ്റി ഇതിനകത്ത്. ഇങ്ങനെ വാതിലും യൂണിഫോമും ഒരു നെഗറ്റീവ് വൈബ്രേഷൻ എന്ന് പറയത്തില്ലേ, അതാണ് ഇതിനകത്തുള്ളത് മൊത്തം. ഓരോ ആളുകളൊക്കെ കിടന്നൊരു സ്ഥലം, ആ ഒരു നെഗറ്റിവിറ്റി ആയിരിക്കും ഇതിനകത്ത്. കിടക്കുന്ന ഒരു പാ പോലൊരു സാധനം. ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇങ്ങനെ വാതിൽ, ഗ്രില്ല് പോലത്തെ വാതിൽ. നമ്മുടെ നാട്ടിലെ ജയിൽ ഏതായാലും നമുക്ക് അകത്ത് കയറി എനിക്കറിയില്ല വിസിറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന്. പറ്റുമായിരിക്കണം, ചുമ്മാ ആൾക്കാർക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റില്ല, ജേർണലിസ്റ്റിനോ ആൾക്കാർക്കൊക്കെ പറ്റുമായിരിക്കും. വിക്ടോറിയ പ്രിസൺ കേട്ടോ. ഇത് ഇവിടുത്തെ റെസിഡൻഷ്യൽ ഏരിയയിൽ കൂടെ ഒരു വാക്ക് നടത്തുകയാണ് ഞങ്ങൾ. കൂടുതലും ഒരു മിഡിൽ ക്ലാസ് ആൾക്കാർ ഒക്കെ താമസിക്കുന്ന കുറേ ഫ്ലാറ്റ്സ് ആണ്. ഈ കാണുന്നത് പണ്ട് 2000-ലൊക്കെ പോലീസുകാരുടെ ഡോർമെട്രി ആണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ നമുക്ക് കഷ്ടം തോന്നും. കാരണം കിച്ചണും ടോയ്ലറ്റും ഒക്കെ 14 ഫാമിലിയൊക്കെ ഷെയർ ചെയ്ത് ഉപയോഗിക്കണമായിരുന്നു. കാരണം പണ്ട് ഇവിടെ ബ്രിട്ടീഷ് ഭരണമായിരുന്നല്ലോ. അത് കഴിഞ്ഞ് അത് മാറിയപ്പം ഇപ്പം അത് ഈ ബാച്ചിലേഴ്സിനൊക്കെ അക്കോമഡേഷനായിട്ട് കൊടുക്കുന്ന സ്ഥലമാണ്. വളരെ ചെറിയ സ്ഥലമായിരുന്നു. അതെന്ത് കഷ്ടപ്പാടാണ് അല്ലേ. ഹോങ്കോങ് പോലീസുകാരൊക്കെ അത്രയും ഫാമിലി ആയിട്ടുള്ള കല്യാണം കഴിഞ്ഞ് പോലീസുകാർക്ക് കൊടുക്കുന്നതാണ്. എന്നിട്ട് അവർ ആ 30 ഫാമിലിയൊക്കെ കിച്ചണും ടോയ്ലറ്റും ഒക്കെ ഷെയർ ചെയ്ത് ഉപയോഗിക്കണമെന്ന് പറഞ്ഞു. ഓൾഡ് ഹോം എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല എന്നല്ലേ പറഞ്ഞത്? പ്രായമാവുന്നവരെ ജോലി ചെയ്തുകൊണ്ടിരിക്കണം അല്ലേ? ജോലി ചെയ്തുകൊണ്ടിരിക്കണം. കാരണം വെച്ചാൽ അവര് കുട്ടികൾ നോക്കൂലായിരുന്നു. പിള്ളേർ നോക്കത്തില്ല. പിന്നെ ഇവിടുത്തെ കോസ്റ്റ് ഓഫ് ലിവിങ് ഭയങ്കര കൂടുതലാണ്. ചിലവ് ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് വയസ്സായ ആൾക്കാരും ഭയങ്കര നന്നായിട്ട് അധ്വാനിച്ചുകൊണ്ടിരിക്കും. കാരണം നമ്മൾ ഇന്നലെ ട്രെയിനിൽ പോയി പറഞ്ഞല്ലേ, രശ്മി പറയുകയും ചെയ്തു, ട്രെയിനിൽ അമ്മൂമ്മമാരെല്ലാം ട്രെയിനിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ അമ്മൂമ്മമാരിങ്ങനെ റെസ്റ്റ് എടുക്കും. ഇവിടെ അമ്മൂമ്മമാരൊക്കെ ട്രെയിനിൽ ഇങ്ങനെ മെട്രോയിലൊക്കെ രാത്രി പൊക്കോണ്ടിരിക്കണം. അതിപ്പോൾ ജോലിക്ക് പോയിട്ട് ചിലപ്പോൾ വരുന്നതായിരിക്കും. ശ്രദ്ധിച്ചായിരുന്നു നീ? ആക്ച്വലി നമ്മുടെ റെസ്റ്റോറന്റിൽ സെർവ് ചെയ്യാൻ നിൽക്കുന്ന ലേഡി അവര് പ്രായമായതാ. ശരിയാ, നടക്കാൻ പോലും അതെ 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 ശരിയാ, കണ്ടിട്ട് തന്നെ അതെ 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 ശരിയാ, അത് കറക്റ്റാ. അതെനിക്ക് തോന്നുന്നു ഇവിടെ കോസ്റ്റ് ഓഫ് ലിവിങ് ഭയങ്കര കൂടുതലാണ്. വെച്ചാൽ വയസ്സായാലും നമുക്ക് ജീവിക്കാൻ നല്ലപോലെ പൈസ വേണമെന്നാ പറയുന്നത്. ടെമ്പിളിൽ എത്തിയേക്കാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ വിസിറ്റ് ചെയ്യുന്ന 3ാമത്തെ ബുദ്ധിസ്റ്റ് ടെമ്പിളാണിത്.
ഇവിടെ എനിക്ക് നോട്ടീസ് ചെയ്തൊരു കാര്യം, ഈ ഗൈഡ് ചേച്ചി പറഞ്ഞാണ് നമ്മുടെ നാട്ടിലെ ഒരു മതങ്ങൾ, ഡിഫറെൻറ്റ് മതങ്ങളുടെയൊക്കെ ഒരു കാര്യം ഇവിടെ ഭയങ്കര ഫേമസ് ആണ്. ഇവിടെ അവർക്ക് ഫോളോ ചെയ്ത് റിലിജൻ, ഫ്രീഡം ഓഫ് റിലിജൻ ഇവിടെ ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ. ഏത് റിലിജനും ഫോളോ ചെയ്യാനായിട്ട് ഇവിടെ നല്ല ഫ്രീഡം ഉണ്ട്. അവർ തന്നെ പറഞ്ഞു ഇന്ത്യയിൽ നിങ്ങൾക്ക് പല പല ഓരോ റിലിജൻ ഫോളോ ചെയ്യണമെന്ന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് അടിച്ചേൽപ്പിക്കുന്നൊരു കഷ്ടമാണല്ലോ എന്നിട്ട് ആ ചേച്ചി പറഞ്ഞു. ഇവിടെ ഭയങ്കരമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞാൽ എനിക്ക് ഇന്ന് ഇവിടെ ഒരു സാമ്പ്രാണി കത്തിക്കണമെന്നൊരു ആഗ്രഹമുണ്ട്, ഒരു വിഷ് പറഞ്ഞിട്ട് നോക്കട്ടെ. ഇവിടുത്തെ നല്ല പ്രസാദം പോലെയാണെന്ന് തോന്നുന്നു. ചിക്കൻ ബൂസോ വല്ലതും ആയിരിക്കും. പ്രസാദമായിട്ട് എന്തോ നമ്മളിങ്ങനെ നിവേദ്യം പോലെ എന്തോ വെക്കുന്നതെന്ന് തോന്നുന്നു. ചിക്കൻ ഇവിടുത്തെ ഗൂസ് അങ്ങനത്തെ എന്തോ സാധനമാണ്. ടുങ് ടുങ് ട്രാം എന്ന് പറയുന്ന ഒരു ട്രാമാണ്. ഇവിടുത്തെ ഓൾഡസ്റ്റ് ട്രാമാണ് കേട്ടോ, പഴയ ട്രാമാണ്. ടൂറിസ്റ്റുകളൊക്കെ കയറുന്നത്, നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിക്കാവുന്ന സംഭവമാണ്. എല്ലാ സ്ഥലത്തും ഇല്ല ഹോങ്കോങ്ങിലെ. ടുങ് ടുങ് ട്രാമിനകത്തൂടെ ഒരു സിറ്റി സവാരി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉരുളേട്ടനും ഗിരിച്ചേട്ടനും അങ്ങ് ഫ്രണ്ടിലിരിപ്പുണ്ട്. ഇത് വിക്ടോറിയ പീക്കിലോട്ട് കയറാനുള്ള ട്രാമിൻ്റെ ക്യൂ ആണ് കേട്ടോ. ഇതിനകത്ത് പോയി എപ്പോൾ ആ ട്രാമിനകത്ത് കയറി പറ്റുമെന്ന് അറിയത്തില്ല. വലിയൊരു ക്യൂ ആണ് ട്രാമിൽ കയറാനായിട്ട്. വിക്ടോറിയ പീക്കിലോട്ടുള്ള ട്രാമാണ്. ഫ്രണ്ടിൽ കുറേ തലകൾ കാണാം. എൻ്റെ കണ്ട ക്യൂ ഇല്ലേ, അതിലെ പകുതി സെറ്റ് ആളുകളെ അവർ വിട്ടു, ബാക്കി പകുതി സെറ്റ് ആളുകൾ ദാണ്ട് ഈ ട്രാമിലോട്ടാണ് കയറാൻ പോകുന്നത്. പീക്ക് ട്രാം എന്നാണ് ഇതിൻ്റെ പേര്. വിക്ടോറിയ പീക്കിലോട്ടുള്ള ട്രാം. പീക്ക് പോയിന്റിൽ എത്തിയേക്കാണ്. സൂര്യവെളിച്ചം നേരെ മുഖത്തോട്ട് അടിക്കുന്നുണ്ട്. നല്ല ഫോട്ടോസ് കിട്ടുമെന്ന് തോന്നുന്നു. നല്ല ഉരുളായിട്ട് ഇവിടെ നിന്ന് നേരെ മുഖത്തോട്ട് സൺലൈറ്റ് അടിക്കുന്നുണ്ട്. ഞങ്ങളിങ്ങനെ ഹോങ്കോങ്ങിൻ്റെ ഹയസ്റ്റ് പോയിന്റിൽ നിൽക്കുകയാണ്. ഇവിടെ നിന്നാൽ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹോങ്കോങ് സിറ്റി ഫുൾ കാണാം. താഴെ വെള്ളം, പോർട്ട്, ഷിപ്പ്. അവിടുത്തെ അപ്പുറത്ത് ചേട്ടൻ കിടന്ന് മൈക്കിൽ കൂടെ കൂവുന്നു. ഏതോ ഒരു ടൂർ ഗൈഡിന്റെ മുതലാളി ചേട്ടനാണ് മൈക്കിൽ കൂടെ കൂവുന്നത്. ഹോങ്കോങ്ങിന്റെ ടോൾ ബിൽഡിങ്സ് ഫുൾ കാണാം കേട്ടോ. ഒരറ്റത്തുനിന്ന് മറ്റേ അറ്റമാണിത്. ഇത്രയാണ് കാണുന്നത്. മറ്റേ സൈഡിൽ ആക്ച്വലി എന്തോ പണി നടക്കുന്നതുകൊണ്ട് നമുക്ക് മറ്റേ സൈഡിലോട്ട് പ്രവേശനമില്ല ഇന്ന്. എത്രയോ കാണുന്നുള്ളൂ ആക്ച്വലി. ഇവിടുന്ന് ഇപ്പുറത്തോട്ട് മലകളൊക്കെ കാണാം കേട്ടോ. ഇപ്പുറത്തോട്ട് മലകൾ. ഒരു വ്യൂവും കൂടെ ഉണ്ട് അപ്പുറത്ത്. ഒരു സൈഡിൽ വർക്ക് നടക്കുന്നുണ്ട്, അവർ ക്ലോസ് ചെയ്തിരിക്കുക. ഒരു സൈഡ് മാത്രമേ ഓപ്പൺ ഉള്ളൂ. ഈ സൈഡിൽ നിന്ന് മറ്റേ സൈഡും കൂടെ കാണാം. വിക്ടോറിയ പീക്കിന്റെ വേറൊരു സൈഡാണ്. പക്ഷെ എന്ത് രസമല്ലേ കാണാനായിട്ട്. ആ സണ്ണിന്റെ ആ ഒരു റേസ് ആ കടലിലോട്ട് ഇങ്ങനെ ഒരു ഗ്ലെയർ പോലെ അടിക്കുകയാണ്. പക്ഷെ ആ ഓറഞ്ച് കളറും സണ്ണിന്റെ ആ ഒരു റേസും കടലുമായിട്ട് ചേർന്നിട്ട് അതെ 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 കാണാനും ഇല്ല. പക്ഷെ നമുക്കൊരു അന്ധകാരത്തിലേക്ക് നോക്കുമ്പം എന്തോ ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് ശരിക്കും. കുറച്ചുകൂടെ സൂം ചെയ്തു, അപ്പം അതിന്റെ ബ്യൂട്ടി മനസ്സിലാവുന്നുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരു 50% നിങ്ങളിലോട്ട് എത്തിക്കാൻ പറ്റുന്നുണ്ടെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഒരു ഓറഞ്ച് കളർ ആ സണ്ണിൻ്റെ റേസ്, ബോട്ട് കടലിലോട്ട് വന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഭംഗിയല്ലേ. നാട്ടിലെ ആ ഒരു ഇതിൻ്റെ ഭംഗിയൊന്നുമില്ല, എന്നാലും ഒരു വേറൊരു ഭംഗി. ആൾക്കാർ ഈ വിക്ടോറിയ പീക്ക് കാണാനായിട്ട് എത്തിയേക്കുന്നതാണ്. മൾട്ടി ഡൈവേഴ്സിറ്റി വന്നപ്പം ഓർമ്മ വന്നത്, ഞങ്ങൾ പാരീസ് ഈഫിൾ ടവറിൻ്റെ ഫ്രണ്ടിൽ പോയപ്പോഴത്തേക്കും അവിടെ ഇതേപോലൊരു ഫോട്ടോ പോയിൻ്റ് ഉണ്ട്. അന്തും ഞാനും മുരളിയേട്ടനും കൂടെ ഇതേപോലൊരു സ്ഥലത്ത് നിന്നാണ് ഫോട്ടോ എടുത്തത്. അന്ന് കിരിച്ചേട്ടന് രശ്മിയൊന്നുമില്ല, ഞങ്ങൾ 3 പേര് മാറി അങ്ങോട്ടും ഇങ്ങോട്ടും ഇതേപോലെ ഫോട്ടോസൊക്കെ കുറേ എടുത്തായിരുന്നു. അങ്ങനെ ഇതായിരുന്നു നമ്മുടെ ഹോങ്കോങ് സിറ്റി ടൂർ. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് ഹോങ്കോങ് അങ്ങനെ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സ്ഥലം എന്ന് പറയാൻ പറ്റത്തില്ല. എന്നാലും കണ്ടിരിക്കാൻ രസമാണ്. ഞാനങ്ങനെ ടൂറ് വരാൻ നിങ്ങളോട് ഭയങ്കര എൻകറേജ് ചെയ്യുന്നൊരു സ്ഥലമൊന്നുമല്ല കേട്ടോ. ഷോപ്പിങ്ങിനും അങ്ങനെ ഭയങ്കര നല്ലൊരു സ്ഥലമൊന്നുമല്ല. വന്ന സ്ഥിതിക്ക് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ നടത്തി. അത് ഏതെങ്കിലും ഒരു വ്ളോഗിൽ ഞാൻ എന്തൊക്കെയാണ് മേടിച്ചത് എപ്പോഴെങ്കിലും ഈ
വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ കാണിക്കാം. അങ്ങനെ ഒത്തിരി ഷോപ്പിംഗ് നടത്തിയില്ല, കാരണം കുറച്ച് എക്സ്പെൻസീവ് സ്ഥലമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം നിങ്ങളെ ഈ ഹോങ്കോങ് സിറ്റി ടൂർ ഈ വീഡിയോയിൽ കുറച്ച് ഇമ്പോർട്ടൻറ്റ് സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിക്കാൻ പറ്റിയെന്നാണ് ഞാൻ വിശ്വാസം. അപ്പം ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് പറയുക. ഇതിപ്പം എയർപോർട്ടാണ് കേട്ടോ, ഞങ്ങളിവിടെ തിരിച്ചു പോവുകയാണ്. ഞാൻ പല ദിവസങ്ങളായിട്ടാണ് ഈ സിറ്റി ടൂർ ഒറ്റ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ടാണ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ബൈ.